മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന ഹിമാലയൻ ദൗത്യത്തിൽ നിർണായകമാകുക എംഎൽഎമാരുടെ പിന്തുണയാണ്. നിലവിലെ സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാലിനാണ് കൂടുതൽ പേരുടെ പിന്തുണ. പ്രചാരണത്തിന് നേതൃത്വം വഹിച്ചതും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള പ്രവർത്തനവുമാണ് സതീശന് അനുകൂലമാകുക. അതേസമയം സീനിയോറിറ്റി മുൻനിർത്തിയാണ് ചെന്നിത്തലയുടെ അവകാശവാദം. വിലയിരുത്തലുമായി ആൽവിൻ തോമസാണ് ചേരുന്നത്. ആൽവിൻ, ഇതിപ്പോൾ 3 പേർ ഈ നിലയ്ക്ക് അവകാശവാദം ഉന്നയിച്ച് വളരെ സജീവമായി തന്നെയുണ്ട്. അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട്, അതിൻ്റെ എല്ലാ സീമകളും മറികടന്നുകൊണ്ട് അതിൻ്റെ അങ്ങേയറ്റത്തിൽ പുതിയ പോർമുഖത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അത് അണികൾ കൂടി അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുക? നിരീക്ഷകർക്കുൾപ്പെടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹൈക്കമാൻഡ് ഇതുവരെ നൽകിയിട്ടുള്ളത്? അത് എംഎൽഎമാരെ മാത്രം കേൾക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ മറ്റ് പൊതുവികാരം കൂടി കണക്കിലെടുക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തി ഇവ മൂന്നും കൂടെ പരിഗണിച്ചാണോ നിലവിൽ ഒരു തീരുമാനത്തേക്ക് എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ എംഎൽഎമാരെ മാത്രം കേട്ടുകൊണ്ടാണോ ഒരു തീരുമാനത്തിലേക്ക് എത്തുക? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്യാമലി, ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് മുതിർന്ന നേതാക്കൾ രാവിലെ AICC നിരീക്ഷകരുമായി ബന്ധപ്പെട്ട് അവരെ കണ്ട മുതിർന്ന നേതാക്കൾ അവർ പറഞ്ഞത് എണ്ണം മാത്രം നോക്കരുത്, അത് മാത്രം മാനദണ്ഡമാക്കരുത് ഇത്തവണ എന്നുള്ള ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് അറിയുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് VM സുധീരൻ അടക്കമുള്ള ആളുകൾ AICC നിരീക്ഷകരുമായി ചർച്ച നടത്തിയിരുന്നു. അവരിൽ പല മുതിർന്ന നേതാക്കളും അത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് VD സതീശനോടൊപ്പം ആണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടാണ് എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. MLA-മാർ കൈവെക്കുന്നത് അനുസരിച്ച് ആകരുത്, അത് മാത്രം കണക്കാക്കി എടുത്തുകൊണ്ടാകരുത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളെ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഈ മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അത് AICC നിരീക്ഷകരായി വന്നിട്ടുള്ള അജയ് മാക്കനോടും മുകുൽ വാസ്നിക്കിനോടും 2 പേരോടും അത് വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ VD സതീശൻ ഈ മുതിർന്ന നേതാക്കളുമായൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതും നമുക്കറിയാൻ കഴിയുന്നു. നിലവിൽ ജയിച്ചു വന്ന 63 MLA-മാരിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുള്ള പല ആളുകളെയും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നു. പക്ഷേ എണ്ണത്തിൽ കൂടുതൽ കെ.സി. വേണുഗോപാലിനോടൊപ്പം ഉള്ളവരാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എങ്കിൽ പോലും VD സതീശൻ അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകളുടെ പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫോണിൽ പലരുമായും സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ കൂടിക്കാഴ്ചയെ കൂടി കാണാൻ. AICC നിരീക്ഷകരായിട്ട് വരുന്നവരപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിലെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ആ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി അവർ കണക്കിലെടുക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ അഭിപ്രായങ്ങൾ വരുമ്പോൾ എണ്ണം മാത്രം നോക്കി, MLA-മാരുടെ എണ്ണം മാത്രം നോക്കി ഈ മുഖ്യമന്ത്രി പദം തീരുമാനിക്കരുത് എന്നൊരു നിർദ്ദേശം മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് വലിയ തോതിൽ VD സതീശന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഏതായാലും വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി പദം എന്ന തരത്തിലേക്ക് തീരുമാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ഭഗീരഥ പ്രയത്നം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാര്യം വലിയ പൊട്ടിത്തെറിക്കുള്ള സാധ്യതകൾ പലയിടങ്ങളിലായി ഉണ്ട്. VD സതീശനെ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ പൊട്ടിത്തെറി പൊതുജനത്തിനിടയിലും വലിയൊരു അഭിപ്രായ രൂപീകരണം അത്തരത്തിലുണ്ട്. പാർട്ടിയിലെ പല ഇടങ്ങളിലും വലിയ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത നിലവിലുണ്ട്. മറിച്ചാണെങ്കിലും അത് തന്നെയാണ് സ്ഥിതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടം. കെ.സി. വേണുഗോപാലിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും വലിയൊരു സംവിധാനം അദ്ദേഹത്തിനോടൊപ്പം ഇപ്പോൾ ഉണ്ട്. മുൻ A വിഭാഗം ഉൾപ്പെടെ മുതിർന്ന A ഗ്രൂപ്പിൻ്റെ മുഴുവൻ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ തീരുമാനത്തിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല ഈ ഘട്ടത്തിലും കോൺഗ്രസിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിരത്തിയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനോട് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റിനെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് കണ്ട് അത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ വശങ്ങളും വാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് താൻ മുഖ്യമന്ത്രി പദത്തിലേക്ക്